മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന ഈ നാളുകളിൽ അവ ചെറുക്കുന്നതിനായി വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്കായി കുടിവെള്ളം സജ്ജമാകുന്നു. വനത്തിനുള്ളിൽ തടയണകൾ നിർമ്മിച്ച് ശുദ്ധജലം വന്യമൃഗങ്ങൾക്ക് ഉറപ്പുവരുത്തുകയാണ് വനപാലകർ. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസിന് കീഴിൽ ആരംഭിച്ചു. വന്യജീവികൾ ജലവും ഭക്ഷണവും തേടി നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിവിശേഷമാണ് ഈ കടുത്ത വേനലിൽ ജനങ്ങൾ നേരിടുന്നത്. ഇത് വലിയ ആൾനാശത്തിനും കൃഷിനാശത്തിനും പലപ്പോഴും ഇടവരുത്തുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം ചെറുക്കുന്നതിനായി വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് ആവശ്യമുള്ള ജലം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഉറവകളും തടയണകളും വൃത്തിയാക്കുകയാണ് വനപാലകർ. അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിലെ വനമേഖലയിലാണ് മാതൃകാ പ്രവർത്തനവുമായി ഉദ്യോഗസ്ഥർ കാട് കയറിയത്. അയ്യപ്പൻകോവിൽ റേഞ്ച് പരിധിയിലെ ഉൾവനത്തിൽ 15ഓളം സ്വാഭാവിക ജലസ്രോതസ്സുകളാണുള്ളത്. ചെളിയും കാടും നിറഞ്ഞ് മൂടിയ ഇവ ഉദ്യോഗസ്ഥർ ചേർന്ന് വൃത്തിയാക്കും. ആദ്യഘട്ടത്തിൽ വാളാടുപാറയ്ക്ക് സമീപമുള്ള തടയണയാണ് വൃത്തിയാക്കിയത്. വരും ദിവസങ്ങളിൽ മറ്റുള്ളവയും വൃത്തിയാക്കി വന്യമൃഗങ്ങൾക്ക് ഉപയോഗപ്രദമാക്കും. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള തടയണകളും കുളങ്ങളും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ഇടുക്കി ജലാശയത്തിൽ നിന്നും അകലെയുള്ള ഉൾക്കാടുകളിലെ ജലസ്രോതസ്സുകളാണ് വനപാലകർ വൃത്തിയാക്കുന്നത്. കാടിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങൾക്കായി ജലലഭ്യത ഉറപ്പാക്കിയാൽ കുടിവെള്ളത്തിനായി മൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാനാകുമെന്നും വന്യമൃഗങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനാകുമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കേരള വനം വകുപ്പിന്റെ 10 ഇന കർമ്മ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് FFW ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും നൽകുക എന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി 2 തടയണകൾ അയ്യപ്പൻകോവിൽ സ്റ്റാഫ് തീർത്തിട്ടുണ്ട്. സ്റ്റാഫും വാച്ചർമാരും കൂടിയാണ് ഈ പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. സമീപ ദിവസങ്ങളിൽ 8ഓളം തടയണകൾ കൂടി നിർമ്മിക്കുന്നതാണ്. ഇതുമൂലം വന്യമൃഗ ശല്യം ഒരു പരിധിവരെ തടയാം എന്ന് കരുതുന്നു. വരും ദിവസങ്ങളിലും മറ്റ് പ്രദേശങ്ങളിൽ സമാന രീതിയിലുള്ള തടയണകൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിനുള്ളിൽ തന്നെ ഒരുക്കി നൽകുന്നുള്ള പ്രവർത്തനങ്ങളും നടക്കും. വനം വകുപ്പിന്റെ ഈ പദ്ധതി കേരളത്തിലെ മുഴുവൻ വനമേഖലകളിൽ നടപ്പിലാക്കുക വഴി ഇന്ന് നേരിടുന്ന വന്യമൃഗശല്യം ഒരു പരിധിയിലപ്പുറം തടയാനാകുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ.